ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തോട് നമ്മുടെ കേരളം മതേതര കേരളമാണെന്ന് നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ വിജയമെന്നും ഒരു വർഗീയവാദത്തിനും കീഴടങ്ങാതെ എല്ലാ വർഗീയവാദങ്ങൾക്കുമെതിരായി ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ UDF-നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ദേശീയ നേതൃത്വത്തിന് വാക്കു നൽകിയിരുന്നെന്നും അത് പാലിച്ചെന്നും കോൺഗ്രസിന്റെ കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനുമെതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDF-നെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും, ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവുമാണ്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഞാൻ കരുതുന്നു കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ജാതിമത ചിന്തകളില്ലാതെ UDF-നെ സഹായിച്ചു. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, നമ്മൾ മലബാറിൽ നിന്നും കൊച്ചിയെന്നും തിരുവിതാംകൂറിൽ നിന്നൊക്കെ ഇപ്പോഴും വേർതിരിച്ച് സാധാരണ പറയാറുള്ള ഈ കേരളത്തിലെ എല്ലാ പ്രദേശത്തും വലിയ വിജയമാണ് ഉണ്ടായത്. ജാതി മതത്തിന് അപ്പുറത്തായി, സ്ഥലങ്ങളുടെ പ്രത്യേകതയ്ക്ക് അപ്പുറമായി ഉള്ള വലിയ വിജയം, കേരളത്തിലെ എല്ലാ ജനങ്ങളും നൽകിയ വലിയ വിജയമാണ് UDF-നുണ്ടായിരിക്കുന്നത്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ കരുതുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി CPM-ന് വോട്ട് ചെയ്യുന്നവർ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടണമെന്നും UDF വിജയിക്കണമെന്നും ആഗ്രഹിച്ചവർ UDF കുടുംബത്തിലല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് CPM കോട്ടകൾ വരെ പൊളിച്ചടുക്കാൻ കഴിഞ്ഞ ഈ വിജയം ജനങ്ങൾ സമ്മാനിച്ചത്. CPM-ന്റെ ഏറ്റവും വലിയ കോട്ടകൾ വരെ ഇളകി വീണ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ഈ തീരുമാനം, ആ തീരുമാനമാണ് സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞങ്ങളുടെ UDF-നുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കും. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.